എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 +2 കുട്ടികളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 +2 കുട്ടികളുടെ മോഡൽ പരീക്ഷകളെല്ലാം അവസാനിച്ചപ്പോൾ അധ്യാപകരിൽ നിന്നും കുട്ടികളിൽ നിന്നും അഭിപ്രായങ്ങൾ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പരീക്ഷകൾ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം എഴുതുവാൻ സാധിച്ചിട്ടുണ്ടെന്നാണ്. അതേസമയം ചില ചോദ്യങ്ങളെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും അറിയുവാൻ സാധിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി കുട്ടികൾ ചോദിച്ചിരുന്നു, മോഡൽ എക്സാം വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് തന്നെ പബ്ലിക് എക്സാം കുട്ടികളെ ബുദ്ധിമുട്ടിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന്. ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നിങ്ങൾ പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് വെയിറ്റേജ് തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമായി വരും. ഇതെല്ലാം ഇപ്പോൾ കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം അവരുടെ സ്വന്തം വാട്സപ്പ് ബോട്ടിലൂടെ നൽകുന്നുണ്ട്. ബോട്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരമാവധി യൂസ് ചെയ്യുവാൻ ശ്രമിക്കുക. അപ്പോൾ പബ്ലിക് പരീക്ഷ ഡിഫിക്കൽട്ട് ആവുമോ എന്ന് ചില കുട്ടികളെങ്കിലും ചോദിക്കുവാൻ കാരണം, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചില വിഷയങ്ങൾ മോഡൽ എക്സാം എളുപ്പമായത് പബ്ലിക് എക്സാമിലേക്ക് വരുമ്പോൾ പാറ്റേൺ അടക്കം ചേഞ്ച് ചെയ്തുകൊണ്ട് ഡിഫിക്കൽട്ടായിട്ട് കാണാറുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, എല്ലാ വിഷയങ്ങളും ഇതുപോലെ നടന്നിട്ടില്ല. ഉദാഹരണമായിട്ട് കഴിഞ്ഞ വർഷത്തെ മാത്സ് പരീക്ഷ മോഡൽ എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പബ്ലിക് എക്സാമും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമുകൾ എളുപ്പമായാൽ പബ്ലിക് പരീക്ഷകൾ പാടാവും എന്ന് പറയുന്നതിൽ വസ്തുതയില്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എല്ലാം നന്നായി പഠിക്കുവാൻ ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുവാനും സമയം കണ്ടെത്തുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. കൂടാതെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ കോളേജ് ദോസ് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുവാനും ശ്രമിക്കുക. നന്ദി.